ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. വെള്ളം എന്ന് പറഞ്ഞ മൂവി ഒരു പ്രാവശ്യമെങ്കിലും കണ്ടവർക്ക് ആ മൂവി തരുന്നൊരു ഇൻസ്പിറേഷണൽ കിക്ക് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഈ വെള്ളം മൂവിയിൽ ജയസൂര്യ ചെയ്ത ക്യാരക്ടർ ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ, അതായത് മുരളി കുന്നുംപുറത്ത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ലൈഫ് സ്റ്റോറിയാണ് എന്നുള്ളത് നമുക്കറിയുന്ന വിഷയമാണ്. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷണൽ ലൈഫ് സ്റ്റോറി ഉള്ള ഒരു വ്യക്തി തകർന്ന് ഇല്ലാതായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. എല്ലാം കഴിഞ്ഞു, ലൈഫ് തീർന്നു, ജീവിതം മുന്നോട്ട് പോകാൻ അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ പലരും ചതിച്ചു. അങ്ങനത്തെ ഒരു ഫേസിൽ ഇത്രയും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയുള്ള അത് സിനിമയായി, അതിൽ നിന്ന് ഒരുപാട് പേര് ഈ പറഞ്ഞ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുന്നു. അതായത് അറ്റം മുട്ടി ജീവിതം എന്ന് പറഞ്ഞ ഒരാൾക്ക് വെള്ളം മൂവി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് പൊന്തിക്കേറി വരാനുള്ളൊരു ഇൻസ്പിറേഷൻ ആ സിനിമയിൽ തന്നെ ഉണ്ട്. അതിൽ വേർഡ് ബൈ വേർഡ്, ഡയലോഗ് ബൈ ഡയലോഗ്, സീൻ ബൈ സീൻ അത്ര ഇൻസ്പിറേഷണലാണ് ആ പടം. അത് ആരുടെ റിയൽ ലൈഫ് വെച്ചാണോ എടുത്തത്, അയാൾ ഇന്ന് വട്ടപൂജ്യത്തിൽ പോയി നിന്ന് സൊസൈറ്റിയോട് കരഞ്ഞ് കേണ് അപേക്ഷിക്കുകയാണ് കുറേ പേര് ചതിച്ചു, ചതി പറ്റിയെന്ന്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുരളി കുന്നുംപുറത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഇട്ട വീഡിയോ ആണ്. ആദ്യം ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വെള്ളം സിനിമ കുറേ കണ്ടിട്ടുണ്ടാവും. അത് സിനിമയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല എൻ്റെ യഥാർത്ഥ ലൈഫ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇപ്പം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ വരാൻ കാരണം. ഒരുപാട് ചതികൾ പറ്റി, ബിസിനസ്സിൽ ഒരുപാട് ചതികൾ പറ്റി. ടൈൽസ് ദുബായിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും കയറ്റി വെച്ചിട്ട് മലയാളികൾ വഴി ഒരുപാട് പൈസ കിട്ടാണ്ടായി. അഖിലേഷ് എങ്ങനെ ഇരിക്കുന്നു? റിയൽ ഈസ് നോട്ട് റിയാലിറ്റി, എഗെയിൻ പ്രൂവ്സ് റിയൽ ഈസ് നോട്ട് റിയാലിറ്റി എന്നുള്ളത് വളരെ കൃത്യമായിട്ട്. വെള്ളം എന്ന് പറഞ്ഞ മൂവിയിൽ ഇങ്ങേരുടെ ലൈഫ് സ്റ്റോറി, ഇങ്ങേരുടെ ഇൻസ്പിറേഷണൽ സ്റ്റോറി ആ ടൈമിൽ ഇത് ഭയങ്കര ഡിസ്കഷനിലായിരുന്നു. കമ്മിങ് ടു റിയൽ ലൈഫ്, ഈ മനുഷ്യൻ തന്നെ പറയാണ് ആ സിനിമയിലുള്ളതൊന്നും അല്ല എൻ്റെ ലൈഫ്. പൊട്ടിത്തകർന്ന് ഒരുപാട് പേര് പറ്റിച്ച് ചതിക്കപ്പെട്ട്. എപ്പോഴും നമ്മളെ എല്ലാവരും ചതിക്കുന്നതും പറ്റിക്കുന്നതും നമ്മളെ കയ്യിലും കൂടിയുള്ള മിസ്റ്റേക്ക് കൊണ്ടും കൂടി ആയിരിക്കും കേട്ടോ. ചതി പറ്റുന്നു, നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും വീണ്ടും വീണ്ടും എവിടെയെങ്കിലും പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക, ചതി പറ്റിയ ബിസിനസ്സിലേക്ക് വീണ്ടും പൈസ ഇറക്കുക, അതൊക്കെ നമ്മളെ മണ്ടത്തരം കൊണ്ട് ചെയ്യുന്നതാണ്. അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, സംസാരിക്കാനുള്ള കാര്യങ്ങളാണ്. കാരണം 2 വർഷം മുമ്പ് ഇദ്ദേഹം കൊടുത്തൊരു പ്രസ് മീറ്റൊക്കെ ഇന്നലെ ഞാൻ എടുത്ത് നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങേര് പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങേർക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല. ബിസിനസ് ചെയ്യാൻ അറിഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച് അതിന്ന് കോടികൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് പലരും പോകാറുണ്ട്. പക്ഷെ ചെയ്യാനോ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും അറിയാതെ പിന്നെയും ബിസിനസ് ചെയ്ത് പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് എന്താ പറയുക, ട്രിക്കി ആയിട്ടുള്ള പരിപാടിയാണ്. എസ്പെഷ്യലി സിനിമയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ എടുക്കാൻ പറ്റണം, 5 to 10 എടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ 5 പോയി പിന്നെയും കടം കയറി വീണ്ടും പലിശയ്ക്ക് എടുത്ത് അങ്ങനെ ലൈഫ് തൊലഞ്ഞിട്ട് പിന്നെ അതിനൊരു കാരണം നമ്മളും കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇദ്ദേഹത്തിൻ്റെ ലൈഫ് എനിക്ക് അതാണ് ഒരു എന്താ പറയുക, ഒരു ഹോൾ ടോട്ടൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇങ്ങനെ മറ്റേ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു സക്സസ്ഫുൾ സാധനം നോ. ഇങ്ങനെയൊക്കെ അറിയാത്ത ബിസിനസ് ചെയ്യുന്നു, പൈസ പോകുന്നു, വീണ്ടും അറിയാത്ത ബിസിനസ് പോകുന്നു, പൈസ പോകുന്നു. റിയൽ ലൈഫിൽ ഇങ്ങനെ ഇൻസ്പിറേഷൻ ഒന്നും കാണുന്നില്ല. ബാക്കിയാണോ? തോട്ടടക്കാരൻ അഖിലേഷ് എന്നെ പരിചയപ്പെടുത്തിയത് കാലിക്കറ്റിനോട് മുകളിൽ സതീശനാണ് അഖിലേഷിനെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ബിസിനസ്സിൽ കുറേ പൈസ പോയി, ആൾക്കാരെ വിശ്വസിച്ച് കുറേ പൈസ പോയി, കമ്പനിക്കാർ കുറേ പൈസ കൊടുക്കാറുണ്ട്. അതിനിടയ്ക്ക് സിനിമയെടുത്തു വെള്ളം. അത് പിന്നെ അവസാനം എൻ്റെ പ്രൊഡ്യൂസറായി പോയതാണ്. രണ്ടാമത് നദികളിൽ സുന്ദരി യമുന, ഉണ്ണി വെള്ളോറ, വിജേഷ് പാണത്തൂർ, ഈ 2 ആളും കള്ളം പറഞ്ഞിട്ട് എൻ്റെ നമ്മുടെ വന്നു. അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്, അതാണ് ഇതാണ്. നമ്മൾ അങ്ങനെ ആ സിനിമ എടുത്തു. അതിന് 2 കോടി നഷ്ടം വന്നു. പിന്നീടാണ് അറിയുന്നത് ഇവർക്ക് സിനിമയൊന്നും അറിയില്ല, ഇവർ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായ ഒന്നും അല്ലായിരുന്നു എന്ന്. ഇതൊക്കെ നമ്മളോട് കട പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ 3ാമത് സുമതി പടവ്. എല്ലാവരും വിചാരം പടം സിനിമ ഭയങ്കര വിജയമാണ്. ജീവിതം ഇന്ന് കൈവിട്ടു പോയിരിക്കും.
ഈ ചേട്ടൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ, ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഇങ്ങനെ പ്രശ്നം തീർക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സഹായിക്കും. സുമതി വളവിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ, സുമതി വളവ് ഒരു ഗ്രാൻഡ് സക്സസ് എന്ന് പറഞ്ഞാൽ, അതായത് കമ്പയറിങ് ടു അതിൻ്റെ ഒരു എന്താ പറയുക പ്രൊഡക്ഷൻ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഇറക്കിയ കാശിനേക്കാൾ കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവരൊരു ഗ്രാൻഡ് സക്സസ് സെലിബ്രേറ്റ് ചെയ്ത പടമാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു പടത്തിൻ്റെ പ്രൊഡ്യൂസർ ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ വന്ന് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കയ്യും കൂപ്പി നിൽക്കുമ്പോൾ പറ്റിപ്പ് എവിടെ സംഭവിച്ചു, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇങ്ങേർക്ക് പൈസ നഷ്ടമായി എന്നുള്ളത് ചോദ്യമാണ്. നദികളിൽ സുന്ദരി യമുന ഈസ് എ ഗുണ്ട് ബോംബ്, മനസ്സിലായോ? അതങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് അതിർത്തിയിലിട്ടാലും അപ്പുറത്ത് ശത്രുക്കൾ പേടിച്ചോടും. ആ സൈസ് ബോംബാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ പൈസ പോയി എന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്കൊക്കെ ഗുണ്ട് പൊട്ടിച്ചിട്ടല്ലേ എന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെ ഗുണ്ട് പൊട്ടിക്കുക എന്ന് പറഞ്ഞാലും ഒരു പ്രൊഡ്യൂസറിൻ്റെ കഴിവുകേട് എന്ന് ഞാൻ പറയും. കാരണം വരുന്ന ഡയറക്ടർക്കും സ്റ്റോറി റൈറ്റർക്കും ഇവർക്കൊക്കെ പണി അറിയൂ എന്നുള്ളത് നോക്കണ്ടേ? ഓക്കെ, നിങ്ങളുടെ ലൈഫ് സ്റ്റോറി സിനിമയായി, അതിൽ നിങ്ങളൊരു ക്യാമിയോ ചെയ്തു, പിന്നെ എപ്പോഴൊക്കെയോ നിങ്ങൾ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമായി, അങ്ങനെ ഒരു സക്സസ് കിട്ടി, അല്ലെങ്കിൽ അതിനൊരു പേര് വന്നു. പിന്നെ നിങ്ങൾ സിനിമയുടെ മായാലോകത്തേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങളങ്ങോട്ട് വെറുതെ പോയി പൈസ ചിലവാക്കാൻ പാടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെവിടെയെങ്കിലും ബിസിനസ്സിൽ പൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറേയൊക്കെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അറിയാത്ത ബിസിനസ് ചെയ്യാൻ പോയിട്ട് 100 ഇട്ടിട്ട് 1000 എടുക്കാൻ നോക്കി, 1000 ഇട്ടിട്ട് 10,000 എടുക്കാൻ നോക്കി. കൈൻഡ് ഓഫ് ഗ്യാംബ്ലിംഗ് ആണ് സിനിമ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കൃത്യമായി പണി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോയി. പിന്നെന്താ പറയുക, അതിനകത്ത് ചതിക്കുഴികളേ ഉള്ളൂ. ഒരുത്തൻ രക്ഷപ്പെടുന്ന കണ്ടു കഴിഞ്ഞാൽ അവനെ ചവിട്ടിത്താത്താനേ സിനിമയ്ക്കകത്ത ആളുകൾ കാണും, എസ്പെഷ്യലി പ്രൊഡക്ഷൻ സൈഡിൽ. എന്താണെങ്കിലും ബാക്കി കാണാം. എൻ്റെ മക്കളെ കൂടെ ഉപ്പാനോട് ജീവിച്ചിട്ട് മതിയായിട്ട് കൊതി തീർന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഈ സിനിമ കാരണം 7 കോടിയോട് നഷ്ടമാകും. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കടങ്ങൾ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടി ഇതും. അതുകൊണ്ട് ഞാൻ ഈ മുഖത്ത് ഞാൻ പോകുന്നു. എനിക്ക് ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല. എൻ്റെ ഭാര്യൻ്റെ മക്കളെ കൂടെ എന്നെ കടക്കാൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എല്ലാവരും കൂടി എന്നെ പറ്റുന്നില്ല. എൻ്റെ ഭാര്യൻ്റെ മക്കളെ കൂടെ ജീവിച്ചിട്ടൊക്കെ മതിയായിട്ട് എന്നെ എല്ലാവരും ചതിച്ചു, എല്ലാവരും പറ്റിച്ചു, എന്നെ ഇങ്ങനെയാക്കി. അഭിലാഷ് പിള്ള, വിഷ്ണു, അഭിലാഷ് പിള്ള എന്ന് പറഞ്ഞ അവരൊന്നും ഒരിക്കലും വിശ്വസിക്കരുത്. വിഷ്ണു അവരുടെ ഡയറക്ഷനൊന്നും അറിയില്ല, എല്ലാവരും കള്ളന്മാരാണ്. എല്ലാവരും ഇത് ഈ സത്യം അറിയണം. എന്നെ പറ്റിച്ചതാണ് എല്ലാം കൂടിയിട്ട്, എല്ലാവരും കൂടി പറഞ്ഞ് പറ്റിച്ചു. എന്റെ നല്ലൊരു ജീവിതം കൊണ്ട് ഈ സിനിമാക്കാരെ വിജേഷ് പണത്തോരു ഉണ്ണി വേണ്ടവരാ, അഭിലാഷ് പിള്ള, വിഷ്ണു, ഇവരെല്ലാം കൂടി എന്റെ ജീവിതം കളഞ്ഞു. ദൈവം അവർക്ക് മാപ്പ് കൊടുക്കാൻ പാടില്ല. അവരിപ്പോ സുഖമായി ജീവിക്കുന്ന ഭാര്യയുടെ മക്കളെല്ലാം കൂടി. ഞാനിന്ന് എനിക്കിന്ന് മരിക്കാൻ വേണ്ടിട്ട് ധൈര്യമില്ല. പക്ഷെ മരിച്ചേ പറ്റൂ. ദൈവം എല്ലാവർക്കും മാപ്പ്. ഞങ്ങൾ ഒരുപാട് ആൾ കുടി നിർത്തിയിട്ടുണ്ട്. അവരോടല്ലോ നിങ്ങളൊരിക്കലും കുടിക്കരുത്, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. മാപ്പ് സുഹൃത്തുക്കളെ, മാപ്പ്. സംഗതി ഇങ്ങേരുടെ ഈ അവസ്ഥയും കരച്ചിലൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ അവസാനം പറഞ്ഞു വെച്ചത് ആരും കുടി നിർത്തരുത്, എൻ്റെ കാരണം കൊണ്ട് കുറേ പേര് കുടി നിർത്തി. നിങ്ങളുടെ കാരണം കൊണ്ട് കുടി നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയുടെ സ്റ്റോറി ലൈൻ അങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് കുടി നിർത്തി. അപ്പം നിങ്ങളുടെ റിയൽ ലൈഫ് അതിനകത്ത് റിയലായിട്ട് പോർട്രേറ്റ് ചെയ്തു എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല, ഇപ്പം തോന്നുന്നില്ല, സീരിയസ്ലി. മനസ്സിലായോ? നിങ്ങൾ എന്താ പറയുക, കുടിയുടെ ഒരു ആസ്പെക്റ്റും ആ കുടിയൻ ലൈഫും ഓക്കെ, അത് കഴിഞ്ഞുള്ള നിങ്ങളുടെ സക്സസ് സ്റ്റോറി അല്ലെങ്കിൽ ആ സക്സസ്സിലൂടെ നിങ്ങൾ കൊടുക്കുന്ന ചിരിച്ചുകൊണ്ടുള്ള റിവെഞ്ച് സാധനം, അതായത് ജയസൂര്യ ചെയ്ത ഐറ്റം, അതൊക്കെ സിനിമാറ്റിക് ബ്ലണ്ടറായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. സിനിമയിൽ ദാറ്റ് ഈസ് ഫൈൻ. റിയൽ ലൈഫിൽ നിങ്ങളുടെ ഈ ഒരു അവസ്ഥ വളരെ കഷ്ടമാണ്. കാരണം ഈ മാസം ഏപ്രിൽ 9 ഒക്കെ ആയിട്ടാണ് സംഗതി എനിക്ക് ഈ ഒരു ഗ്രൂപ്പിൽ, ഞങ്ങളുടെ ഒരു കോമൺ ഗ്രൂപ്പിൽ, സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ഏപ്രിൽ 9 ഇങ്ങനെയുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കിട്ടുന്നത്. പക്ഷെ അന്ന് അത് കണ്ടൻ്റ് ആക്കാൻ തോന്നിയില്ല, അല്ലെങ്കിൽ അത് എടുത്തു വെച്ച് സംസാരിക്കണം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, കാരണം എനിക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് തന്നെ ഈ മനുഷ്യൻ എന്തോ ഒരു വിഷമത്തിൻ്റെ മുകളിൽ ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് അതന്ന് മൈൻഡ് ചെയ്യാതെ വിട്ടു. പക്ഷേ ഇപ്പോൾ അത് എല്ലായിടത്തും വൈഡ്ലി സ്പ്രെഡ് ആവുന്നു. ഒരുപാട് പേര് പേഴ്സണലി എനിക്ക് അയച്ചു തരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് നോക്കാൻ വേണ്ടി ഞാൻ പോയതും കുറേ കാര്യങ്ങൾ നോക്കിയതും. ഇതിൽ തന്നെ ഞാനൊരു കാര്യം പറയും, ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഈ ഇത് പറയുന്നുണ്ട്, സുമതി വളവിൻ്റെ കാര്യം പറയുന്നുണ്ട്.
സുമതി വളവിൽ പ്രൊഡ്യൂസർ ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുരളി കുന്നുംപുറത്ത് ഇദ്ദേഹമുണ്ട്, ഗോകുലം ഗോപാലനും ഉണ്ട് കൂട്ടത്തിൽ. ഓക്കെ, ഇങ്ങേരുടെ ഒരു 7 കോടി രൂപ ആ സിനിമയിൽ പോയി എന്നാണ് ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. ആ സിനിമയ്ക്ക് ടോട്ടൽ ബഡ്ജറ്റും അതിൻ്റെ സക്സസ് നോക്കിക്കഴിഞ്ഞാൽ 14 കോടി രൂപയുടെ ബഡ്ജറ്റ് ആയി എന്നുള്ളതാണ് നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഏറെക്കുറെ ഒരു 25 കോടിയോളം കളക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ സക്സസ് സെലിബ്രേഷൻ പോസ്റ്റർ എന്നൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാനും പറ്റുന്നതാണ്. സോ ഓബിയസ്ലി ഇതൊരു ഹിറ്റായ സിനിമയാണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് മലയാളികൾ ഏറ്റെടുത്തിട്ടുള്ളതും ഇതിൻ്റെ അണിയറ പ്രവർത്തകരായിരുന്ന നിങ്ങളടക്കമുള്ള ആളുകൾ മലയാളികളെ പറഞ്ഞ് പറ്റിച്ചതും. ഇപ്പോൾ നിങ്ങൾ 7 കോടി പോയി എന്നാണല്ലോ പറയുന്നത്. സിനിമ ചിലപ്പോൾ സക്സസ്ഫുൾ ആവാം, ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പൈസ കിട്ടിയില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യം ഞാൻ പറയാം. ചില സിനിമകൾ ഇപ്പോൾ 14 കോടിയൊക്കെ മുടക്കുന്ന ഒരു സിനിമയ്ക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പുറത്തുനിന്ന് ഫണ്ടിങ് എടുക്കേണ്ട ഒരു അവസ്ഥ വരും. കംപ്ലീറ്റ് ഫണ്ടും പ്രൊഡ്യൂസറുടെ കയ്യിലില്ലാത്ത സമയത്ത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഫണ്ടില്ലാത്ത സമയത്ത് ഗോകുലം ഗോപാലനായിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ ഫണ്ട് ചെയ്തത്. അങ്ങനെ പുറത്തുനിന്ന് ഒരു പടം തുടങ്ങി ഒരു ഫണ്ടിൻ്റെ പ്രശ്നത്തിൽ ഇങ്ങനെ സ്റ്റോപ്പാക്കി നിൽക്കുന്ന സമയത്ത് പുറത്തുനിന്നൊരു ഫണ്ടർ വരുമ്പോൾ ആ ഫണ്ടർ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ അറിയും, ഇനീഷ്യൽ റൈറ്റ്സ് അതിന് വരുന്ന ആദ്യത്തെ പ്രോഫിറ്റൊക്കെ അവരെടുക്കും എന്ന് പറഞ്ഞിട്ട് അവരെടുത്തിട്ട് പോകും. ഫൈൻ. അങ്ങനെ ഗോകുലം ഗോപാലിന് ഇതിൻ്റെ മേജർ പ്രോഫിറ്റ് ഷെയർ പോയിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാത്ത അവസ്ഥയിൽ നിങ്ങളായതാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ അന്ന് 2 കൊല്ലം മുന്നേ പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് ആയിരം കച്ചവടം മുടിഞ്ഞു പോയ സമയത്ത് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇത് വന്ന് പറ. അല്ലാതെ നിങ്ങൾ ഈ കരഞ്ഞിട്ട് അയ്യോ എൻ്റെത് പോയി, എന്നെ ഇവരൊക്കെ ചതിച്ചു പറ്റിച്ചു. എൻ്റെ റിവ്യൂ കണ്ടവർക്കറിയാം ഈ പറഞ്ഞ സുമതി വളവ് എന്ന് പറഞ്ഞത് എനിക്കത്ര മോശം സിനിമയായിട്ട് തോന്നിയിട്ടില്ല. ഇവർക്ക് പണി അറിയാത്ത ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ ഇവർ പണി അറിയാതെ എടുത്തു വെച്ചൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ മറ്റേ സിനിമ എനിക്ക് തോന്നിയിട്ടോ, നദികൾ സുന്ദരിയമ്മ എനിക്ക് ഡെഫിനറ്റ്ലി ഒരു ബോംബായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സുമതി വളവിൻ്റെ കാര്യത്തേക്ക് നിങ്ങളുടെ ഈ പ്രൊഡക്ഷൻ ആ ഒരു സൈഡ് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഹിറ്റ് സിനിമ കയ്യിലുണ്ട്, പക്ഷെ അതിന് നിങ്ങൾക്ക് ഫണ്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മയാണ്. ഫിലിം പ്രൊഡക്ഷൻ്റെ അകത്ത് നിങ്ങളുടെ അറിവില്ലായ്മ എന്ന് പറഞ്ഞ പരിപാടി കൊണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടാതായിരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കാരണം പൈസ ഇട്ട ആളുകൾക്ക് എടുക്കാൻ അറിയുന്ന ആളുകളാണ് ഗോകുലം ഗോപാലനടക്കമുള്ള ആളുകൾ. സോ അവർ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനീഷ്യലി വന്ന എല്ലാ പ്രോഫിറ്റും അവർ കൊണ്ടുപോയി കാണും, നിങ്ങൾ ഇരുന്ന് കാണും. പിന്നെ അഭിലാഷിൻ്റെ കുറേ പോസ്റ്റുകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈ ഒരു വീഡിയോന് ശേഷം ഷെയറായി പോകുന്നുണ്ട്. അതിലൊരു പോസ്റ്റ് ഞാനവിടെ സൈഡിൽ വയ്ക്കാം. മുരളിയേട്ടാ, നിങ്ങൾ തന്ന ധൈര്യമാണ് സുമതി വളവ് സിനിമ. ബഡ്ജറ്റ് നോക്കണ്ട, ധൈര്യമായി ഇറങ്ങിക്കോ, ഞാനുണ്ടൊപ്പം എന്ന് പറഞ്ഞ ആ വാക്കിൽ തുടങ്ങിയതാണ് നമ്മൾ ഈ യാത്ര. ഇന്ന് കുടുംബ പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മുഖത്തെ ആ ചിരി മതി മുരളിയേട്ടാ, ഞങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയാനുള്ള അന്ന് നിങ്ങളെ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളൊക്കെ അഭിലാഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് അന്നൊന്നും പറയാനുണ്ടായിരുന്നില്ലേ, അതോ നിങ്ങൾക്കിത് നഷ്ടം വന്നതിന് ശേഷം നിങ്ങൾ ചോദിച്ചു പോയിട്ട് പിന്നെ അവരാരും നോക്കാതെയായി ലാസ്റ്റ് നിങ്ങൾ എന്തോ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വന്ന് പറഞ്ഞതാണോ ഇത്? ഞാൻ ബൈ ദ വേ ഏപ്രിൽ 9 ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് കിട്ടിയ ഈ ഒരു വീഡിയോയിൽ ഈ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്ക് വലിയ ക്ലൂ ഒന്നും കിട്ടിയില്ല. ഇങ്ങനെയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക ആരും എൻ്റെ കൂട്ടത്തിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കണക്ട് ചെയ്തവർക്കൊന്നും ഒരു ക്ലാരിറ്റി തരാനും പറ്റിയില്ല. ഹോപ്പ്ഫുള്ളി ഇദ്ദേഹം നല്ലപോലെ ഇരിക്കട്ടെ, പ്രശ്നങ്ങളൊക്കെ തീരും. കാരണം ലൈഫിൽ ഇപ്പോൾ സിനിമയെ കാണിച്ചതിൻ്റെ ഒരു 10% നിങ്ങൾ റിയൽ ലൈഫ് കാണുമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിളിൻ്റെ അത്രയൊന്നും കാണുമായിരിക്കില്ല ഇപ്പോഴുള്ള സ്ട്രഗിൾ. ഓക്കെ, അപ്പോൾ ഇനി നോക്കാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഈ സിനിമ എടുത്തത് മുതലാണോ അതോ ഇതിനു മുമ്പും ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 വർഷം മുമ്പ് ഇദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു. അയാൾ തട്ടിയത് കോടികൾ, ഗുരുതര ആരോപണവുമായി മുരളി. ഓക്കെ, സിനിമയിലെ സാമ്പത്തിക തട്ടിപ്പ് പരിപാടി നടത്തുന്ന ഒരു വ്യക്തി, അതായത് ഒരു ഔട്ട്സൈഡ് കൺട്രീസിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ഒരു വ്യക്തി ടൈൽ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഇൻവോൾവ് ആയ സമയത്ത് ഇദ്ദേഹത്തിനെ പറ്റിച്ചു എന്ന ക്ലെയിമായിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു പത്രസമ്മേളനം അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് ആ പത്രസമ്മേളനത്തിൽ ഇദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു സിനിമ ഓവർസീസിൻ്റെ ഒരാൾ നടത്തിയ ചതിയെ കുറിച്ചാണ്. പുള്ളിയാണ് പല സിനിമകളും പിന്നെ ഓവർസീസ് റൈറ്റ് വാങ്ങുന്നത്. എനിക്ക് എൻ്റെ അനുഭവം വേറെയാണ്. ഞാൻ ഒരു ലണ്ടനിലുള്ള ഒരാൾ വഴി പുള്ളിയെ പരിചയപ്പെട്ടു.
ഞാനെന്നിട്ട് പുള്ളിയെ കാണാൻ, പിന്നെ ഷിബു എന്നാണ് ആളുടെ പേര്, ഷിബു ലോറൻസ്. പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയും പെർത്ത് എന്ന സ്ഥലത്ത് പോവുകയും ഒറ്റ നോട്ടത്തിൽ തന്നെ പുള്ളി എനിക്ക് കാഴ്ചയിൽ ബോധ്യപ്പെട്ടു, നല്ല ആളാണ് തോന്നി. അപ്പം പുള്ളി ഞാനും കൂടി അവിടെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു, വാട്ടർമാൻ ടൈൽസ് PTY ലിമിറ്റഡ് എന്നുകൊണ്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. എനിക്ക് 35%, പുള്ളിക്ക് 65% ഷെയർ. അങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്തു. ഞാൻ തിരിച്ചു വരികയും പിന്നെ എൻ്റെ ഒരു പാർട്ട്ണറുണ്ട്, ആ പാർട്ട്ണർ പേര് ഞാൻ അവിടെ പറയുന്നില്ല, കാരണം പുള്ളിക്കെതിരെ അവിടെ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് അയക്കുകയും പുള്ളി മെൽബൺ ക്രിക്കറ്റ് കളി കാണാൻ പോയതാണ്. അങ്ങോട്ടേക്ക് പുള്ളിയും കണ്ട് ബോധ്യപ്പെടുകയും അങ്ങനെയാണ് നമുക്ക് തുടങ്ങാം, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് 15 കണ്ടെയ്നർ ഞാൻ അയച്ചു. 15 കണ്ടെയ്നർ അവിടെ എത്തുകയും അതിന് പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് മെയിൽ വന്നു, കുറച്ച് അത് ടൈൽസ് കംപ്ലൈൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഓക്കെ, ടൈൽസാണ്, ചിലപ്പോൾ കംപ്ലൈൻറ്റ് വന്നേക്കാം. എൻ്റെ ഒരു ബ്രാൻഡിന് കംപ്ലൈൻറ്റ് വളരെ കുറവാണ്, കാരണം കംപ്ലൈൻറ്റ് ആണെങ്കിൽ നിങ്ങളത് മാറ്റി വെക്കും, ഞാനത് തിരിച്ചെടുക്കാം. പുള്ളി അതിന് സമ്മതിച്ചില്ല. പുള്ളി പറഞ്ഞു ഒരു 16 കണ്ടെയ്നർ കൂടി താഴതിൻ്റെ കൂടെ നമുക്കിത് ഒരുമിച്ച് വെക്കാം. ഞാനത് വിശ്വസിച്ച് 16 കണ്ടെയ്നർ അയച്ചു. ഇതൊക്കെ നമ്മൾ സപ്ലയർക്ക് പൈസ കൊടുക്കാനുണ്ട്. പിന്നെ നമ്മൾ ഇത് ബിസിനസ് ആണല്ലോ, ബിസിനസ് പറയുമ്പോൾ ഇവിടുന്ന് വാങ്ങി അവിടെ വെക്കും. ഞാനൊരു മാനുഫാക്ചറല്ല, ഞാനൊരു ട്രേഡർ മാത്രമാണ്. 16 കണ്ടെയ്നർ കൂടി വാങ്ങി ഞാൻ പുള്ളിക്ക് അയച്ചു. അയച്ച സമയത്ത് അന്ന് ഞാൻ പിന്നെ ഈ 16 കണ്ടെയ്നർ അയച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. ആ പോയ സമയത്ത് പുള്ളിക്കൊരു കോൾ വന്നു, ഒരു തൃശ്ശൂർ സ്വദേശിയായ ഒരു സിനിമ നിർമ്മാതാവാണ് ആദ്യം. ഞാൻ പറഞ്ഞത് പുള്ളി എനിക്ക് വേണ്ടിയിട്ട് ഫോൺ തരാൻ പറഞ്ഞു. അപ്പം പുള്ളി ഫോൺ തന്നു. എന്നോട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പുള്ളിയെ വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, മുരളി, നീ ഇപ്പോൾ ഉള്ള ആൾ ഭയങ്കരമായ മോശമാളാണ്, നീ അവരായിട്ട് ബിസിനസ് ചെയ്യരുത്. അവരെന്നോട് പറഞ്ഞത് 5-10 കോടി വാട്ടർമാൻ മുരളിക്ക് കൊടുത്തിട്ടുണ്ട്, ഇതുവരെ സാധനം സപ്ലൈ ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, ഇത് വലിയൊരു എന്താ പറയുക പ്രസ് മീറ്റിൻ്റെ ചെറിയൊരു പോർഷൻ ഇനീഷ്യൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ വെച്ചതാണ്. അതായത് ഇദ്ദേഹം നടത്തുന്ന ടൈൽ ബിസിനസ്സിൽ ഇദ്ദേഹത്തിനെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഷിബു ലോറൻസ് എന്ന് പറഞ്ഞ വ്യക്തി ചതിച്ചു. ഓസ്ട്രേലിയയിലേക്ക് പിന്നെ പോയ സമയത്തും അല്ലെങ്കിൽ ഈ വ്യക്തി എങ്ങനെയാണെന്ന് അറിഞ്ഞ സമയത്തുമാണ് ചതിയുടെ ഡെപ്ത് മനസ്സിലായത്. ഇനീഷ്യൽ സ്റ്റേജിൽ ഇദ്ദേഹത്തിന് ചതിയുടെ ഡെപ്ത് മനസ്സിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ആദ്യം കയറ്റി അയച്ച കണ്ടെയ്നറുകൾ അതൊക്കെ പോരാന്ന് പറഞ്ഞ് അത് ഹോൾഡ് ചെയ്ത് വെക്കുകയും പേയ്മെൻറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുകയും ഇതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കേരളത്തിലെ വൺ ഓഫ് ദ പാർട്ട്ണറും കൂടി ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചതി പറ്റിയെന്ന് അറിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടുന്ന് കണ്ടെയ്നറുകൾ കയറ്റി അയച്ച് വീണ്ടും ചതിക്കപ്പെട്ടു. അങ്ങനെ ഏകദേശം 1 കോടി 1.5 കോടി രൂപയോളം ഇദ്ദേഹത്തിന് ഈ വ്യക്തിയിൽ നിന്ന് ചതി പറ്റി എന്നുള്ളതൊക്കെയാണ് ഈ പ്രസ് മീറ്റിൽ ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുമ്പോഴും ഈ പ്രസ് മീറ്റ് ഞാൻ ഫുള്ള് കണ്ടപ്പോൾ എനിക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ ആൻഡ് ഇതിനകത്ത് എന്തൊക്കെയോ ഒരു ഇന്നർ സാധനങ്ങൾ എവിടേക്കോ ഉള്ള പോലത്തെ ഒരു ഫീൽ. അതായത് ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്നുണ്ട്, ബിസിനസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഒരു ബിസിനസ്സിൽ ഇറങ്ങുന്നു, 10 ഡീലുകൾ നടത്തുന്നു, 2-3 ഡീല് സക്സസ്ഫുൾ ആവുന്നു, അതിന് പ്രോഫിറ്റ്സ് വരുന്നു, ബാക്കി 7 ഡീലും പൊട്ടുന്നു. ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ കാണാൻ സാധിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഓക്കെ, 2-3 ഡീലൊക്കെ ഓക്കെ ആയിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ്സ് വരും, ബാക്കി ഒരു 10-7 ഡീലും ഇദ്ദേഹത്തിന് ചതി പറ്റുകയാണ്. ചതി പറ്റുക ഇൻ സെൻസ് ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട്, അതായത് വിശ്വസിക്കുകയാണ് കണ്ണടച്ച ആളുകളെ, അല്ലെങ്കിൽ ഇദ്ദേഹം വെക്കുന്ന ഡീലുകളിൽ ഇദ്ദേഹത്തിന് കൃത്യമായ അവയർനെസ് ഇല്ല. ഒരു MOU വയ്ക്കുമ്പോൾ അതിൽ കൃത്യമായ അവയർനെസ് ഉണ്ടാവില്ല, ഒരു പാർട്ട്ണർഷിപ്പ് ഡീൽ വയ്ക്കുമ്പോൾ അതിനകത്ത് കൃത്യമായ അവയർനെസ് വരില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഓക്കെ, എവിടെയോ ബിസിനസ് ചെയ്ത് സക്സസ്ഫുള്ളായി, ബട്ട് ആ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ അതെങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളതോ അറിയാത്തൊരു വ്യക്തി. അപ്പോൾ ഓബിയസ്ലി ഇതിൽ പൈസയുടെ നഷ്ടം പറ്റും, ചതിക്കേണ്ടവൻ ചതിച്ചിട്ട് പോവും, അതൊക്കെ സംഭവിക്കും. ഇത് ഇദ്ദേഹത്തിൻ്റെ വേർഷൻ പറഞ്ഞത് ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇയാൾ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് ആ വ്യക്തി വേറൊരു ചാനലിൽ ഇതേ ടൈമിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വേർഷൻ കൂടി കേട്ടപ്പോഴാണ് ഈ മുരളി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ബിസിനസ് ഫെയിലിയർ ആവാനുള്ള ഒരു കാരണമൊക്കെ എനിക്ക് ഏറെക്കുറെ മനസ്സിലായത്.
ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പോർഷൻ കൂടി വെക്കാം. അപ്പം ഈ ഇതിന് ആദ്യത്തെ പടിയായിട്ട് സാർ ഇദ്ദേഹത്തിനെതിരെ മാനനഷ്ടത്തിൻ്റെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അനൂപ് എന്ന് പറഞ്ഞ ഒരാളിനെയാണ് മുരളി ആദ്യം സാറിൻ്റെ അടുത്തേക്ക് അയക്കുന്നത്, അക്കൗണ്ടൻ്റായിട്ട് അയക്കുന്നത്. അയാൾ സാറിനോട് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ 1 കോടി രൂപ എനിക്ക് ഈ മുരളി എന്ന് പറഞ്ഞ ആൾ തരാനുണ്ടെന്ന്. 1 കോടി തരാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് മുരളിയെ വിളിച്ച് സംസാരിച്ചു 1 കോടി തരുന്ന കാര്യത്തെപ്പറ്റി. ഇപ്പം മുരളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും വ്യക്തമായിട്ട് അവന് ഇൻട്രസ്റ്റ് ആ പൈസയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതും ഈ ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കൂടാതെ പുള്ളി അതിൻ്റെ മൊത്തം കാൽക്കുലേഷൻ, അതായത് അനൂപിന് ഇതുവരെ കൊടുത്തിട്ടുള്ള എമൗണ്ടിൻ്റെ കാൽക്കുലേഷൻ എനിക്ക് അയച്ചു തന്നു. അതുകൂടാതെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അനൂപിന് ഇൻട്രസ്റ്റ് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളായിരുന്നു. ആയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമെയിൽ അയച്ചപ്പോൾ ഇടയ്ക്ക് ഞാൻ കയറി ഒരു കോംപ്രമൈസ് എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് ഫ്യൂച്ചറിൽ വരുന്ന കണ്ടെയ്നറിൻ്റെ മുരളി ഇൻവോയ്സ് ഇടുമ്പോഴത്തേക്ക് മുരളിക്ക് കൊടുക്കേണ്ട പൈസയുടെ ഒരു പോർഷൻ അനൂപിന് കൊടുക്കാമെന്ന് ഒരു എഗ്രിമെൻറ്റ് 2 പേരും കൂടെ ഉണ്ടാക്കി വിറ്റ്നസ്സായിട്ട് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് മുരളിക്ക് കൊടുക്കേണ്ട പൈസയ്ക്ക് പകരം ഞാൻ മുരളിയെ അയക്കുന്ന സാധനത്തിന് മുരളിക്ക് പൈസ കൊടുക്കണം. അതിന് പകരമായിട്ട് ആ പൈസയുടെ ഒരു പെർസെൻറ്റേജ് അനൂപിന് കൊടുക്കാമെന്നുള്ളൊരു എഗ്രിമെൻറ്റ് ഇവർ തമ്മിൽ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിൻ്റെ ഒരു സാക്ഷിയായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അത് എൻ്റെ ഉറപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനൂപിന് മുരളിയിൽ ഉറപ്പില്ലായിരുന്നു, അവൻ്റെ പൈസ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു. അപ്പോൾ ഞാനാണ് ഉറപ്പ് കൊടുത്ത്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഇങ്ങനെ ഒരു കല്ലുകടി അടിച്ചല്ലോ, അനൂപ് പറഞ്ഞില്ലേ 1 കോടി എനിക്ക് തരാനുണ്ട്. യെസ്, ആ കല്ലുകടി തീർക്കാനായിട്ട് അപ്പം തന്നെ ഞാൻ ചോദിച്ചു. ആ കല്ലുകടി തീർക്കുന്നത് നമുക്ക് ഒരു ബിസിനസ് മുന്നോട്ട് പോകുമ്പോഴത്തെ ഒരു കല്ലുകടി തീർക്കുന്നതിന് വേണ്ടിയാണ് ചോദിച്ചപ്പോഴാണ് പുള്ളി എനിക്ക് ഡോക്യുമെൻ്റ് ഉൾപ്പെടെ അയച്ചെന്ന്. ഇത്രയും വർഷമായിട്ട് ഞാൻ ഇവന് പൈസ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം പോലും ഞാൻ വിട്ടിട്ടില്ല. അവനെ ഞാൻ ഇന്ത്യയിൽ എൻ്റെ കമ്പനിയുടെ ഡയറക്ടറാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇടയ്ക്ക് വെച്ച് പുള്ളിയെ ഡയറക്ടറിൽ നിന്ന് റിമൂവ് ചെയ്ത ശേഷമാണ് ഈ അനുഭവമായിട്ടൊക്കെയുള്ള ഇഷ്യൂസൊക്കെ ആയത്. അതുകൊണ്ട് ആദ്യം കല്ലുകടി ഫീൽ ചെയ്തിരുന്നെങ്കിലും ഞാനന്നേരം അനൂപിനോട് എടുത്ത് ചോദിച്ചിരുന്നു. ഒരു കാര്യം ഞാൻ അനൂപിനോട് ചോദിച്ചതെന്നാന്ന് വെച്ചാൽ, നിൻ്റെ നീ 1 കോടി വാങ്ങിച്ചിട്ട് ഇനിയും വല്ല ഓസ്ട്രേലിയൻ സ്വപ്നം കാണിച്ചുകൊണ്ട് നിന്നെ ഇങ്ങോട്ട് വിട്ടതാണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞില്ല, ഞാനവിടെ ഇന്ത്യയിൽ പുള്ളിയുടെ കമ്പനിയുടെ ഡയറക്ടറാണ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൊഡക്റ്റ് ഈ 15 കണ്ടെയ്നർ ഞങ്ങൾക്ക് വേണ്ടി മാത്രം മാനുഫാക്ചർ ചെയ്തൊരു കണ്ടെയ്നറാണ്. ഓക്കെ, അന്നേരം മാനുഫാക്ചർ ചെയ്യാന്ന് പറഞ്ഞത് ചൂടിൻ്റെ അകത്ത് നമ്മൾ കട്ട ബ്രിക്ക് വെക്കത്തില്ല, ബ്രിക്ക് ഉണ്ടാക്കുന്ന ചൂളയെ വെച്ച് ചൂടാക്കിയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടിപ്പോയതാണ് ഇഷ്യൂ. ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് മുരളി വന്ന് എന്നെ പറ്റിക്കാൻ വേണ്ടി അവിടെ സാധനം അയച്ചു എന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ അത്രയും സാധനം മുരളിയുടെ പേയ്മെൻറ്റ് പോയതാണ്. ഞാൻ ഇടപെട്ടോട്ടെ, ഈ സാധനം കയറ്റി വയ്ക്കുന്നതിന് അതിൻ്റെ ക്വാളിറ്റി ഇവിടെ ടെസ്റ്റ് ചെയ്തില്ലേ? അതിവിടെ പരിശോധിച്ചാലും അറിയാൻ പറ്റത്തില്ല ഇത് പൊടിയുന്ന സാധനമാണെന്ന്. പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലിയറൻസിന് ഈ ക്വാളിറ്റി ചെക്ക് വേണം. ഓക്കെ, അന്നേരം മുരളിയുടെ ലെറ്റർ പാഡിൽ ക്വാളിറ്റി ചെക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു സൈനും ചെയ്ത് തന്നിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മളവിടെ ക്ലിയർ ചെയ്തത്. അന്നേരം അവിടുത്തെ ബോർഡർ ക്ലിയറൻസ് നടന്നേക്കുന്നത് മുരളിയുടെ ഇത് വെച്ചാണ് നടന്നേക്കുന്നത്. പ്രസ് മീറ്റിൽ നടത്തിയപ്പം പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളി ഒരു മാനുഫാക്ചർ അല്ല. കഴിഞ്ഞ പ്രസ് മീറ്റിൽ നിങ്ങൾ വീഡിയോ നോക്കുവാണ്, ഇപ്പോഴും ലൈവായിട്ട് കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് ട്രേഡറാണെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നേരത്തെ ഈ സിനിമയ്ക്കകത്തും കാണിച്ചേക്കുന്ന പുള്ളി വന്ന് മാനുഫാക്ചറാണ്, എന്നെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്ന പുള്ളി വന്ന് മാനുഫാക്ചറാണെന്നാണ് തെറ്റിദ്ധരിപ്പിച്ചത്. ഈ ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോഴാണ് പുള്ളി ഒരു ട്രേഡറാണെന്നുള്ള കാര്യം, ഒരു മിയർ ട്രേഡറാണെന്നുള്ള കാര്യം മനസ്സിലായത്. കേട്ടല്ലോ, ഇവരൊക്കെ തമ്മിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പല ഡീലുകൾ നടന്നിട്ടുണ്ട്. മുരളി എന്ന് പറഞ്ഞ വ്യക്തി പ്രസ് മീറ്റ് 2 വർഷം മുന്നേ നടത്തിയപ്പോൾ ഈ അനൂപിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. എൻ്റെ പാർട്ട്ണർക്കെതിരെ ഞാൻ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ ആ പോർഷൻ ഉണ്ടിയിട്ടില്ല. പിന്നെ മൊത്തം പറഞ്ഞത് ഈ ഷിബുവിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, പക്ഷേ ഷിബു എന്ന് പറയുന്ന കഥയിൽ വേറെ ഒരു വേർഷനാണ്. അതായത് ഇടയിൽ നിന്ന അനൂപ്, പാർട്ട്ണറായിട്ട് വന്ന അനൂപിന് മുരളി കാശ് കൊടുക്കാനുള്ളത് ഇദ്ദേഹം സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലെയിമിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ബിസിനസ് ചെയ്യുന്നു, എങ്ങനെയോ സക്സസ്ഫുള്ളായി. ആ സക്സസ്ഫുള്ളായത് സിനിമയെ കണ്ട പോലത്തെ സക്സസ്ഫുൾ സ്റ്റോറി ലൈനൊന്നും അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. സോ റിയൽ ഈസ് നോട്ട് റിയാലിറ്റി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അൺഫോർച്ചുനേറ്റ്ലി ചിലതൊക്കെ ഇങ്ങനെ വഴുകിയാണ് പുറത്ത് വരാറ്. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇതുവരെ ഞാനൊക്കെ വിചാരിച്ചിരുന്ന വെള്ളം മൂവി കണ്ട് അതിലെ ഡയലോഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ റീലിനൊക്കെ ഞാൻ ആ സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒറിജിനൽ സ്റ്റോറി ലൈൻ ആരതാണോ എന്ന് നമുക്കറിയാവുന്ന ആ വ്യക്തി ലൈഫിലൊന്നും അല്ലാത്തൊരവസ്ഥയിൽ പോയി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊന്നും പഠിക്കേണ്ട പാടൊന്നുമില്ല. അറിയാത്ത ബിസിനസ് ചെയ്യരുത്, അറിയാത്ത പണിക്ക് പോകാൻ നിൽക്കരുത്. എസ്പെഷ്യലി സിനിമയിലൊക്കെ എങ്ങനെ അറിയാം, നല്ല സ്റ്റഡി നടത്തണം. ചുമ്മാ കയറിപ്പോയിട്ട് പ്രൊഡ്യൂസർ ആവാന്ന് പറഞ്ഞൊരു കസാല ഇട്ടിട്ട് അവിടെ ചെന്ന് പ്രൊഡ്യൂസർ ആവാൻ നിന്ന് കഴിഞ്ഞ് ഇതായിരിക്കും അവസ്ഥ. ചെയ്യാൻ പാടില്ല. കാരണം ഈ സെറ്റിലേക്ക് ഒരു എന്താ പറയുക, പലരും പല രീതിയിലാണ്
ഒരു സിനിമ സെറ്റിലേക്ക് വന്നു പോകും. പലരുടെയും മൈൻഡ് സെറ്റ് പല അപ്രോച്ച് ചെയ്യുന്ന രീതി പലതായിരിക്കും. ചിലർക്ക് സിനിമയോടുള്ള ആഗ്രഹമായിരിക്കും, ചിലപ്പോൾ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടായിരിക്കും, ചില സിനിമ ബിസിനസ്സാക്കി എടുക്കുന്നതുകൊണ്ട് അഥവാ എങ്ങനെയെങ്കിലും ഇത് മുടിപ്പിച്ച് ഞാൻ എൻ്റെ കാശും കൊണ്ട് പോകണം. അത് എങ്ങനെയാണ് ആളുകൾ എന്നുള്ളത് ശരിക്കും സിനിമയുടെ ക്യാമറ ഓണാക്കി അതിന് മുന്നിൽ അഭിനയിക്കുന്ന നടനോ നടിയേക്കാൾ കൂടുതൽ അഭിനയിക്കുന്ന ആളുകളായിരിക്കും ആ സിനിമ സെറ്റിൽ പുറത്ത് ക്യാമറയുടെ ബാക്കിലുള്ളത്. എല്ലാം അങ്ങനത്തെ ഒരു എന്താ പറയുക, അഭിനയിക്കുന്ന ഫേക്കായിട്ടുള്ള ആൾക്കാരാവും. അവരുടെ ഇടയിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ഫേക്കാണ്, അല്ലെങ്കിൽ നമ്മൾ റിയലായിട്ട് നിന്നിട്ട് ഫേക്കായിട്ടുള്ള ആൾക്കാരെ സോർട്ട് ചെയ്തിട്ട് അവരൊരു രീതിയിൽ ഡീൽ ചെയ്യുക, നമ്മളോട് മര്യാദയ്ക്ക് നല്ല രീതിയിൽ റിയലായിട്ട് നിൽക്കുന്നവർ അങ്ങനെ വേറെ ഡീൽ ചെയ്യുക. ഇതൊരു കൈൻഡ് ഓഫ് ട്രിക്കി പ്ലേ ആണ്. അല്ലാതെ നമ്മൾ പുറത്ത് ബിസിനസ് ചെയ്യുന്നു, അവിടുന്ന് കോടികൾ ഉണ്ടാക്കുന്നു, തിരിച്ച് സിനിമയിലേക്ക് വരുന്നു, ഇവിടെ സിനിമയിലേക്ക് ഈ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ഇനിയും കോടികളിട്ട് കോടികൾ വരാൻ നോക്കുന്നു. നടക്കില്ല. പറ്റുമായിരിക്കും, പക്ഷെ അതിന് അത്രയും സ്റ്റഡി ചെയ്യണം, അത്രയും നമ്മൾ അതിൽ ഇൻവെസ്റ്റഡ് ആവണം, നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് വേണം. അല്ലാതെ നടക്കില്ല. ഞാൻ എനിക്ക് തോന്നുന്ന കേസ് ഇവിടെ ഈ അഭിലാഷ് പിള്ളയുടെ കാര്യം സുമതി വളവിൻ്റെ ഒക്കെ കാര്യം പറയുന്നത് സിനിമ സക്സസ്ഫുൾ ആണ് എന്നുള്ളതാണ് പുറത്ത് നമുക്കറിയാവുന്ന റിസൾട്ട്. 10-25 കോടി കളക്ട് ചെയ്തു എന്നും പറയുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഡേ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല ഗോകുലം ഗോപാലിനെയും കാണുന്നുണ്ട്. സോ പൈസ തികയാതെ വന്ന സമയത്ത് ഗോകുലം ഗോപാലൻ്റെ കയ്യിൽ നിന്നും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടായിരിക്കണം പടം മുന്നോട്ട് തീർത്തതും. അതിൻ്റെ പ്രോഫിറ്റ് ഷെയർ, മേജർ പ്രോഫിറ്റ് ഷെയർ ചിലപ്പോൾ അവർ വെച്ചിട്ടുള്ള MOU. ഇപ്പം അങ്ങനെയാണ് ചില സിനിമയൊക്കെ വഴിക്കിൽ പകുതി മുടങ്ങി നിന്ന് പോകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പൈസ എടുക്കുമ്പോൾ ഇവർക്ക് പൈസ കിട്ടിയത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നറിയോ, എത്ര വേണേ പ്രോഫിറ്റ് ഷെയർ കൊടുക്കാം, എത്ര വേണേ വരുന്ന പൈസയിൽ അവരെടുത്തോട്ടെ, എനിക്ക് ഇട്ട പൈസ തിരിച്ച് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ എന്ത് പറഞ്ഞ ടേംസിന് ഒരു MOU വെച്ചിട്ട് അങ്ങോട്ട് എഗ്രിമെൻറ്റ് സെറ്റാക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു 15 കോടി ഇൻവെസ്റ്റ് ചെയ്ത ആദ്യത്തെ പ്രൊഡ്യൂസർ, ഓക്കെ, ഫസ്റ്റ് പ്രൊഡ്യൂസർ പടം തീർന്നില്ല, അയാൾക്ക് ഇനി ഒരു 10 കോടി കിട്ടണം. അതായത് പടം തുടങ്ങുമ്പോൾ 15 കോടി എന്ന് പറഞ്ഞ് തുടങ്ങി, ഡയറക്ടറും ബാക്കി ടീമും ഒക്കെ നല്ല മികച്ച കഴിവുള്ളവരായതുകൊണ്ട് 10-15 കോടി തീരേണ്ട സാധനം ഒരു 25 കോടിക്ക് എത്തിക്കുന്നു. 10 കോടീൻ്റെ എക്സ്ട്രാ ആവശ്യം വരുന്നു. തുടങ്ങി ചിലപ്പോൾ ഒരു 3/4 ഭാഗം കഴിഞ്ഞ സിനിമയായിരിക്കാം. അപ്പോൾ പ്രൊഡ്യൂസറുടെ മനസ്സിലെന്താ, ഇനി 10 കോടി കൊടുത്തതിന് കടം വാങ്ങിയെങ്കിലും കൊടുക്കട്ടെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പലിശയ്ക്ക് എടുത്തതിനും കൊടുക്കട്ടെ. സാധനം തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി, 10 കോടി കടമെടുത്ത് കഴിഞ്ഞാൽ അത് പലിശ അടക്കം കൊടുത്ത് അതവിടെ സെറ്റിലാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റ്സ് കൊടുത്ത് പ്രോഫിറ്റിൻ്റെ എത്ര ഷെയർ കൊടുത്ത് അത് അവരങ്ങോട്ട് സെറ്റിലാക്കിയാൽ ബാക്കി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 15 കോടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാവും ഇത് ചെയ്യുന്നത്. പക്ഷെ വരുന്ന ടീമിന് പണി അറിയുന്ന ടീമാണെങ്കിൽ അവർ ഇനീഷ്യലി വരുന്ന എല്ലാ പ്രോഫിറ്റും അതിൻ്റെ എല്ലാ സെയിൽസും അവരെടുക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ സിനിമ വർക്കാവില്ല. അതായത് വർക്കാവുന്നത് തിയേറ്ററിലെ ആൾ കയറും കാണും, തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ടിക്കറ്റിൻ്റെ പൈസ മാത്രം കിട്ടും, അല്ലാത്ത രീതിയിലുള്ള ഒരു പൈസയും കിട്ടാത്ത അവസ്ഥയിൽ ലോക്കാവും ആദ്യത്തെ പ്രൊഡ്യൂസർ. അപ്പോൾ അയാൾക്ക് ഇറക്കിയ 15-ൽ ചിലപ്പോൾ ഒരു 5-10 നഷ്ടമായിരിക്കും. മനസ്സിലായോ? അങ്ങനെ ലോക്കായതാണോ ഇയാൾ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട്. ഞാൻ പറയുമ്പോൾ എന്താ പറയുക, അറിയാത്ത ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോയി, അങ്ങനെ ചെയ്യാതിരിക്കുക, വേറൊന്നും പറയാനില്ല. ഈ മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആരെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ സഹായിക്കട്ടെ.